അങ്ങനെ അനാമികയുടെയും കുടുംബത്തിൻ്റെയും കള്ളത്തരങ്ങളൊക്കെ ദേവയാനി പൊളിച്ചെടുക്കുന്നുണ്ട്. അവരാ സ്ഥലം വാങ്ങിച്ചു എന്ന് പറഞ്ഞിരുന്നല്ലോ, അതുകൊണ്ട് തന്നെ ദേവയാനിക്ക് അത് സത്യമാണോ എന്നറിയണമായിരുന്നു. അങ്ങനെ അവരെയെല്ലാം വിളിച്ചുകൊണ്ട് പോയി ദേവയാനി ആ സ്ഥലത്തിൻ്റെ സത്യാവസ്ഥ അറിയാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. ഈ സ്വർണം മുഴുവൻ അവർ കടം വീട്ടാൻ വേണ്ടി വിറ്റതാണെന്നും ദേവയാനി പബ്ലിഷ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ജാനകിയുടെ മറ്റെല്ലാവരുടെയും മുന്നിൽ ഇവരുടെ അനാമികയുടെ കള്ളത്തരങ്ങൾ ഓരോന്നോരോന്നായി പൊളിഞ്ഞു വീണുകൊണ്ടിരിക്കുകയാണ്. ആനി പറയുന്നുണ്ട്, ഞാൻ അന്നേ അമ്മയുടെ പറഞ്ഞതല്ലേ അവൾ പക്കാ ഫ്രോഡാണെന്ന്. അന്ന് അമ്മ വിശ്വസിച്ചില്ലല്ലോ, ഇപ്പം എങ്ങനെ ഇരിക്കുന്നു? ജാനകിക്ക് ഒന്നും പറയാനില്ലാതെ തലയും കുനിച്ച് നിൽക്കുകയാണ്. ദേവയാനി പറയുകയാണ്, ഞാനും ആദ്യമൊക്കെ കാശില്ലാന്ന് പറഞ്ഞ് നയനയും നവ്യയും ഒക്കെ ഒരുപാട് താഴ്ത്തി കെട്ടിയിട്ടുണ്ട്. പക്ഷേങ്കിൽ കാശല്ല അത്യാവശ്യം, ഒരാളുടെ സ്വഭാവം ഗുണം തന്നെയാണ് ഏറ്റവും അത്യാവശ്യം എന്നുള്ളത് എനിക്ക് മനസ്സിലായി. നമ്മുടെ മരുമക്കളായിട്ട് കയറി വരുന്നവർക്ക് ആ ഒരു സ്നേഹവും ഗുണവും മനസ്സും മാത്രം ഉണ്ടായാൽ മതി. കാശിലൊന്നും യാതൊരു കാര്യവും ഇല്ലെന്ന് ദേവയാനി പറഞ്ഞ് മനസ്സിലാക്കുകയാണ് ജാനകിയെ. എന്നിട്ട് ദേവയാനി പറയുകയാണ്, നവ്യയ്ക്കും നയനയ്ക്കുമൊക്കെ ആ ഒരു മനസ്സും ഗുണവും എല്ലാം ഉണ്ട്. പക്ഷെ എന്നാൽ നിന്റെ മരുമകൾക്ക് അതുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് പറയുമ്പോൾ ജാനകി പറയുന്നുണ്ട്, എൻ്റെ മോള് പാവമാണ്, അവൾക്ക് കുറച്ച് എടുത്തിയാട്ടമൊക്കെ ഉണ്ട്, കുറച്ച് വാശിയും. അവൾ ഒറ്റ മോളായിട്ട് വളർന്നതല്ലേ. ദേവയാനി പറയുകയാണ്, അങ്ങനെയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഞാൻ പല സംഭവങ്ങളും കേൾക്കുകയും കാണുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ദാ നോക്ക് എന്നും പറഞ്ഞ് ദേവയാനി ഒരു വീഡിയോ ജാനകിയെ കാണിച്ചു കൊടുക്കുകയാണ്. നോക്കുമ്പോൾ അത് മറ്റൊന്നുമല്ല കേട്ടോ, നേരത്തെ പാർക്കിൽ വെച്ച് അനാമിക ഒരു പയ്യൻ്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്തിരുന്നല്ലോ, അതിൻ്റെ വീഡിയോ ആണ് കാണിച്ചു കൊടുത്തത്. കണ്ടോ, ഇങ്ങനെ ഒരു അഴിഞ്ഞാട്ടക്കാരിയാണ് നിന്റെ മരുമകൾ. ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഞാൻ നേരത്തെ അറിഞ്ഞതാണ്. ഇത് നിന്റെ മകൻ അനി നേരിട്ട് പോയി എടുത്തുകൊണ്ട് വന്നതാണ്. ഇങ്ങനെ പല സന്ദർഭങ്ങളിലും പല സ്ഥലത്ത് വെച്ചും പലരും നിന്റെ അനാമിക മോളെ കണ്ടിട്ടുണ്ട്. അതൊന്നും ആരും പുറത്തു പറയുന്നില്ല എന്ന് മാത്രം. നമ്മുടെ കുടുംബത്തിന് നല്ലൊരു പേരും അന്തസ്സുമൊക്കെ ഉണ്ട്. അതൊക്കെ നശിപ്പിക്കാനാണ് നിന്റെ മരുമകൾ ശ്രമിക്കുന്നത് എന്നൊക്കെ ദേവയാനി പറയുന്നുണ്ട്. ഇതിന് മറുപടിയൊന്നും പറയാൻ പറ്റാതെ തല കുനിച്ച് നിൽക്കുകയാണ് ജാനകി. ഈ സമയത്താണ് ദേവയാനിയുടെ ഫോണിലേക്ക് ഒരു കോള് വരുന്നത്. അത് ദേവയാനിയുടെ പഴയ സുഹൃത്തായിരുന്നു. ദേവയാനി കോളെടുത്ത് ചോദിക്കുന്നുണ്ട്, എന്താടി നീ വിളിച്ചത്? അത് പിന്നെ ഞാൻ നിന്നെ വിളിച്ചത് അത്യാവശ്യം ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ്. നിങ്ങളുടെ കുടുംബത്തിലേക്ക് ലാസ്റ്റായിട്ട് കയറി വന്നൊരു മരുമകളില്ലേ, അനാമിക, നമ്മുടെ അനിയുടെ ഭാര്യ. ആ അതെ, എന്താ? അത് പിന്നെ ചെറിയൊരു പ്രശ്നമുണ്ട്. ഞാൻ കുറച്ച് വർക്കിലായിരുന്നു. അവിടെ നിന്നും എനിക്കൊരു ഫോട്ടോ കിട്ടി. ഞാനതിപ്പോൾ തന്നെ ദേവയാനിയുടെ ഫോണിലേക്ക് അയച്ചു തരാം എന്നും പറയുന്നുണ്ട്. അങ്ങനെ ഫോൺ കട്ടാക്കുകയാണ്. അപ്പോൾ ജാനകി ചോദിക്കുന്നുണ്ട്, എന്താ ഏട്ടത്തി, എന്താ, ആരാ വിളിച്ചേ? അത് പിന്നെ എൻ്റെ പഴയൊരു ഫ്രണ്ടാണ് സൂസൻ, നിനക്കറിയില്ലേ? അവൾ പറഞ്ഞു അനിയുടെ ഭാര്യയില്ലേ അനാമിക, ഒരു ഫോട്ടോ കിട്ടി അയച്ചു തരാമെന്നൊക്കെ. എന്താ സംഭവം എന്ന് എനിക്കറിയില്ലെന്ന് പറയുമ്പോഴേക്കും ദേവയാനിയുടെ ഫോണിലേക്ക് ആ ഫോട്ടോ വരുന്നുണ്ട്. അത് തുറന്നു നോക്കുമ്പോഴത്തേക്കും അത് കണ്ട് ദേവയാനിയും ജാനകിയും അക്ഷരാർത്ഥത്തിൽ ഞെട്ടിത്തെരിച്ചു പോകുന്നുണ്ട്. കാരണം അനാമികയും മറ്റൊരു പയ്യനുമായിട്ടുള്ള വിവാഹം കഴിഞ്ഞ ഫോട്ടോ ആണ് അതിലുണ്ടായിരുന്നത്. ജാനകി പറയുന്നുണ്ട്, ഏട്ടത്തി, ഇതൊക്കെ ഫേക്ക് ആയിരിക്കും. ഇതേപോലെ എത്രയോ പേര് ഓരോന്ന് കെട്ടിച്ചമച്ച് ഉണ്ടാക്കി അയക്കുന്നുണ്ട്. ഇതൊക്കെ സത്യമാണെന്ന് നമ്മൾ വിശ്വസിക്കേണ്ട കാര്യമുണ്ടോ എന്നൊക്കെ പറയുകയാണ്. അപ്പോഴേക്കും സൂസൻ വീണ്ടും ദേവയാനിയെ വിളിക്കുന്നുണ്ട്. ചേച്ചി, ഞാനിത് വർക്കിനിടയിൽ കണ്ടതാണ്. കണ്ടപ്പോൾ തന്നെ ഞാൻ ഞെട്ടിപ്പോയി. സൂസൻ, നിനക്കിത് എവിടെ നിന്നാണ് കിട്ടിയത്? അതുമാത്രമല്ല, വേറൊരു സംഭവം കൂടിയുണ്ട്. ഈ പയ്യനുമായിട്ട് ഇവളെ ഡിവോഴ്സ് ചെയ്തിരുന്നു. അതിന് അവൾ വാങ്ങിയത് 10 കോടി രൂപയാണ് ജീവനാംശമായിട്ട് അവൾ വാങ്ങിയത്. അതിൻ്റെ ഫോട്ടോ കൂടി ഞാൻ അയക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് അതുകൂടി അയക്കുന്നുണ്ട്. അതുകൂടി കേൾക്കുമ്പോഴത്തേക്കും ജാനകിയും ദേവയാനിയും എന്താ സംഭവിക്കുന്നതെന്ന് പോലും മനസ്സിലാകാതെ നിൽക്കുകയാണ് കേട്ടോ. അങ്ങനെ ആ ഒരു ഫോട്ടോ വെച്ചിട്ടുള്ള എഗ്രിമെൻറ്റും പേപ്പേഴ്സും അതിൽ ഇവരിട്ടേക്കുന്ന സൈനും എല്ലാം കാണുകയാണ്. ശരി സൂസൻ, ഞാൻ നിന്നെ ഇപ്പം വിളിക്കാം എന്ന് പറഞ്ഞ് ദേവയാനി ഫോൺ കട്ടാക്കുന്നുണ്ട്. ദേവയാനി പറയുന്നുണ്ട്, നീയല്ലേ പറഞ്ഞത് ഇത് ഫേക്കായിട്ട് ക്രിയേറ്റ് ചെയ്തതാണെന്ന്. ഇപ്പം എങ്ങനെയുണ്ട്? കണ്ടോ, ഇത് ഫേക്കൊന്നുമല്ല, സത്യം തന്നെയാണ്. നിന്റെ മരുമകളുടെ കല്യാണമേ ഒന്ന് നേരത്തെ കഴിഞ്ഞതാ. നിന്റെ മകനെയും നമ്മളെയൊക്കെ അവൾ ശരിക്കും പറ്റിച്ചു. അവൾ മാത്രമല്ല, അവളുടെ വീട്ടുകാരും. അവർക്ക് കാശുണ്ടെന്നൊക്കെ പറഞ്ഞത് വെറുതെയാ. അതൊക്കെ നിനക്ക് മനസ്സിലായില്ലേ?
അതുപോലെ ആ സ്ഥലം ഉണ്ടെന്ന് പറഞ്ഞതും അതും വെറുതെയാ. അപ്പോൾ ഇത് നീ വിശ്വസിച്ചേ പറ്റുള്ളൂ. ഇതൊക്കെ സത്യം തന്നെയാ. എങ്കിലും ഇതിനെപ്പറ്റി നമ്മളൊന്ന് അന്വേഷിക്കുകയോ വെറുക്കുകയൊന്നും ചെയ്യാതെ ഇത് വിശ്വസിക്കേണ്ട കാര്യമുണ്ടോ? ശരി, ഇതാ നോക്ക്, ഈ എഗ്രിമെൻറ്റ് പേപ്പറിൽ ആ പയ്യൻ്റെ പൂർണ്ണ വിവരവും അഡ്രസ്സും എല്ലാം ഉണ്ട്. നമുക്ക് കോണ്ടാക്ട് ചെയ്തു നോക്കാം എന്നും പറഞ്ഞ് ജാനകിയും ദേവയാനിയും കൂടി റൂമിലേക്ക് പോകുന്നുണ്ട്. അങ്ങനെ അവർ രണ്ടുപേരും കൂടി ആ അഡ്രസ്സിലുള്ള പയ്യനെ കണ്ടുപിടിക്കുകയാണ്. അങ്ങനെ അവർക്ക് കോൾ ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഞങ്ങൾ നാട്ടിൽ നിന്നാണ് വിളിക്കുന്നതെന്ന് പറഞ്ഞ് സംസാരിക്കുകയാണ്. നിങ്ങളുടെ എക്സ് വൈഫിനെ പറ്റി ഒന്ന് പറയാവോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോഴേക്കും ആ പയ്യൻ പറയുന്നുണ്ട്, എന്തിനാ ഇപ്പോൾ അതിനെപ്പറ്റിയൊക്കെ അന്വേഷിക്കുന്നത്? അത് എൻ്റെ ലൈഫിലെ അടഞ്ഞ അധ്യായമാണ്. സ്നേഹം കാണിച്ച് എൻ്റെ പിന്നാലെ നടന്ന് എന്നെ വിവാഹം കഴിച്ചു. പിന്നെയാണ് മനസ്സിലായത് എൻ്റെ സ്വത്തുക്കൾ മാത്രമാണ് അവളുടെ ലക്ഷ്യമെന്ന്. അവൾക്ക് വേറെയും പല ബോയ് ഫ്രണ്ട്സുമുണ്ട്. അങ്ങനെ ഒരുപാട് അടിയും ബഹളങ്ങളും ഒക്കെ ഉണ്ടാക്കി എൻ്റെ വീട്ടിലും ഒരുപാട് പ്രശ്നമൊക്കെ ഉണ്ടാക്കി അവസാനം എൻ്റെ വീട്ടിൽ നിന്ന് തന്നെ പോവാണെന്ന് പറഞ്ഞ് ഡിവോഴ്സിന് അപ്ലൈ ചെയ്തു. 10 കോടി രൂപയാണ് ജീവനാംശമായിട്ട് അവൾ ആവശ്യപ്പെട്ടത്. അതും വാങ്ങിയാണ് അവൾ പോയത്. അല്ല, ഈ പറയുന്ന പെൺകുട്ടിയുടെ ഫോട്ടോ വല്ലതുമുണ്ടോ? ഞങ്ങൾ ആ കുട്ടിയുടെ ഫോട്ടോ അയച്ചു തരാം. അതാണോ നോക്കി, ആ കുട്ടി തന്നെ ആണോ എന്ന് നോക്കി പറയാമോ എന്ന് ചോദിക്കുമ്പോൾ ആ പയ്യൻ ചോദിക്കുന്നുണ്ട്, എന്താ അവൾ എന്തെങ്കിലും പ്രശ്നമുണ്ടാക്കിയോ? അപ്പോൾ ദേവയാനി പറയുന്നുണ്ട്, അതെ, ചെറിയൊരു പ്രശ്നമുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങളിപ്പോൾ ഫോട്ടോ അയച്ചു തരുന്നത്. നിങ്ങൾ നോക്കിയിട്ടൊന്ന് പറയുമോ? അങ്ങനെ വേണുവും രേവതിയും അനാമികയും കൂടെ നിൽക്കുന്ന ഒരു ഫോട്ടോ അയച്ചു കൊടുക്കുകയാണ്. കാരണം അനാമികയെപ്പോലെ വേറെയും പെൺകുട്ടികൾ ഉണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ പറ്റില്ലല്ലോ. അതുകൊണ്ടാണ് അവർ രേവതിയുടെയും വേണുവിൻ്റെയും കൂടെ ഫോട്ടോ ചേർത്ത് അയച്ചു കൊടുത്തത്. അത് കണ്ട ഉടനെ ആ പയ്യൻ വിളിക്കുന്നുണ്ട്, അതെ, ഇവള് തന്നെയാണ് ആള്. അവളുടെ അരികെ നിൽക്കുന്ന അവളുടെ ആ അച്ഛനുണ്ടല്ലോ, അയാളാണ് ഭൂലോക ഫ്രോഡ്. അവനാണ് ഇതിനെല്ലാത്തിനും കാരണം. അവനും അവൻ്റെ ഭാര്യയും. ഒരു മോളുണ്ട്. അവളെ വെച്ച് എങ്ങനെ കാശുണ്ടാക്കാമെന്നാണ് അവർ ചിന്തിക്കുന്നത്. പല സ്ഥലങ്ങളിലും പലതും ഞാൻ കേട്ടിട്ടുണ്ട്. എന്നെയാണോ ആദ്യം വിവാഹം കഴിച്ചതെന്ന് പോലും എനിക്ക് ഉറപ്പില്ല. ഇപ്പം എവിടെയാണെന്ന് പോലും ഞാൻ അന്വേഷിക്കാറ് പോലുമില്ല. അന്ന് എൻ്റെ നിന്ന് ആ കാശ് വാങ്ങി പോയതാണ്. 3-4 വർഷമായി ഞങ്ങളുടെ ഡിവോഴ്സ് കഴിഞ്ഞിട്ട്. വെറും 3 മാസം മാത്രമേ ഞങ്ങൾ ഒന്നിച്ച് ജീവിച്ചുള്ളൂ. ആ ചുരുങ്ങിയ കാലയളവിൽ തന്നെ എന്നെ ഒരുപാട് ദ്രോഹിച്ചു. അതിനുശേഷം ഒരു 8-9 മാസത്തിന് ശേഷമാണ് ഡിവോഴ്സ് ക്ലിയർ ആയത്. അതിനുശേഷമാണ് എൻ്റെ ജീവിതത്തിലൊരു സമാധാനം ഉണ്ടായത്. ഇപ്പം ഞാൻ വിവാഹം കഴിച്ചു, സന്തോഷമായിട്ട് ജീവിക്കുന്നു. അപ്പം ദേവയാനി പറയുകയാണ്, ഈ കുട്ടി ഇവിടെ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങൾ കോണ്ടാക്ട് ചെയ്തത്. സത്യങ്ങളൊക്കെ അറിഞ്ഞു. ഇനി സമാധാനമുണ്ട്. ഇനി നിങ്ങളെ ഡിസ്റ്റർബ് ചെയ്യില്ല എന്നും പറഞ്ഞ് ദേവയാനി ഫോൺ കട്ടാക്കുന്നുണ്ട്. ജാനകിയോട് ചോദിക്കുന്നുണ്ട് ദേവയാനി, ഇപ്പം എങ്ങനെയുണ്ട് ജാനകി? ഇത് കേട്ട് ജാനകി ഇരുന്ന് കരയുകയാണ്. അപ്പോൾ ദേവയാനി പറയുകയാണ്, അല്ലേ ചേച്ചി, അല്ല ജാനകി, ഇനി നീ കരഞ്ഞിട്ട് എന്താ കാര്യം? അതല്ല, എൻ്റെ മോൻ്റെ ജീവിതം പോയില്ലേ? വേറൊരു വിവാഹം കഴിച്ച് വേറെ കുറേ പേരുടെ കൂടെ കറങ്ങുകയും ചെയ്തൊരുത്തിയാണല്ലോ ഇവിടെ വന്ന് കയറിയത്. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ, അവളുടെ ലക്ഷ്യം പണം തന്നെയാണ്. അവളെ ഇതേപോലെ ആക്കി വിട്ടത് അവനാണ്, ആ വേണു. അവനാണ് ഇതിനെല്ലാത്തിനും കാരനെന്നും ദേവയാനി പറയാണ്. അങ്ങനെ അനാമികയെ തളയ്ക്കാൻ വേണ്ടിയിട്ട് ജാനകിയും ദേവയാനിയും കൂടി ഒരു പ്ലാൻ ചെയ്യുകയാണ്. ശേഷം അവർ ഈ ഡിവോഴ്സിൻ്റെ പേപ്പേഴ്സും ആ ഫോട്ടോയും ഒക്കെ ഫ്രെയിം ചെയ്തെടുക്കുകയാണ്. എന്നിട്ടതൊരു ഗിഫ്റ്റ് റാപ്പിൽ പൊതിഞ്ഞിട്ട് നേരെ അനാമികയുടെ അടുക്കൽ ചെല്ലുന്നുണ്ട്. അനാമിക ഈ സമയം ഹാളിലിരുന്ന് ചായ കുടിക്കുകയായിരിക്കും. അവിടെ മുത്തശ്ശനും മുത്തശ്ശിയും അങ്ങനെ എല്ലാവരും തന്നെ ഉണ്ടായിരുന്നു. ഈ സമയത്ത് ദേവയാനി അത് അനാമികയ്ക്ക് കൊടുക്കുന്നുണ്ട്. അനാമിക ചോദിക്കുന്നുണ്ട്, എന്താ വല്യമ്മേ എനിക്ക് ഗിഫ്റ്റ്? മോൾ അത് തുറന്നു നോക്ക്. അങ്ങനെ അത് തുറന്നു നോക്കുകയാണ് അനാമിക. അത് കണ്ടപാടെ ആകെ ഞെട്ടിത്തെരിച്ച് നിൽക്കുകയാണ് അവള്. അപ്പം ജാനകി ചോദിക്കുകയാണ്, മോൾക്ക് ഇയാളെ അറിയുമോ? അത് മോളാണോ? ഏയ് അല്ലമ്മേ, ഇത് ഞാനല്ല, ഇത് ആരോ ക്രിയേറ്റ് ചെയ്ത ഫോട്ടോ ആണ് എന്ന് പറയുമ്പോൾ വേറെ കുറേ ഫോട്ടോ കൂടി ദേവയാനി കാണിച്ചു കൊടുക്കുകയാണ്. കല്യാണത്തിൻ്റെ അന്ന് ദേവയാനി വേണുവും രേവതിയും എല്ലാവരും കൂടെ നിൽക്കുന്ന ഫോട്ടോ ഒക്കെ ദേവയാനി കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം തന്നെ ക്രിയേഷനാണെന്ന് നീ പറയുമോ എന്ന് ചോദിക്കുകയാണ്. അല്ല, നിന്റെ സൈൻ എന്താണെന്ന് ഞങ്ങൾക്കെല്ലാം അറിയാം. ദാ ഈ പേപ്പറിൽ കിടക്കുന്ന ഈ സൈനും നീ ഒറിജിനൽ അല്ലെന്നാണോ നീ പറയുന്നത്? തൻ്റെ കള്ളത്തരങ്ങളെല്ലാം പിടിക്കപ്പെട്ടു എന്നുള്ള കാര്യം ദേവയാനിക്ക് മനസ്സിലാകുന്നുണ്ട്. ദേവയാനി പറയുന്നുണ്ട്, ഇനി നീ കള്ളത്തരങ്ങളൊന്നും പറഞ്ഞ് രക്ഷപ്പെടാൻ നോക്കണ്ട. എല്ലാ സത്യങ്ങളും ഞങ്ങൾ അറിഞ്ഞു കഴിഞ്ഞു. എല്ലാ കാര്യങ്ങളും അറിയാവുന്നവരെ വിളിച്ച് അറിയേണ്ടതുപോലെ ഞങ്ങൾ ചോദിച്ചിട്ടുമുണ്ടെന്ന് ദേവയാനി പറയുകയാണ്. അപ്പം മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട്, എന്താ ദേവയാനി, എന്താ പ്രശ്നം?
അപ്പോൾ കരഞ്ഞോണ്ട് ജാനകി പറയുകയാണ്, അച്ഛാ, നമ്മുടെ പ്രതീക്ഷകളും എല്ലാം തകർന്നു. എൻ്റെ മോൻ്റെ ജീവിതം അവതാളത്തിലായി. എൻ്റെ മോൻ്റെ ജീവിതം ഇനി ഒരിക്കലും ഗതി പിടിക്കാൻ പോകുന്നില്ല എന്നും പറഞ്ഞ് അവൾ വിങ്ങിപ്പൊട്ടി കരയുന്നുണ്ട്. മുത്തശ്ശി ചോദിക്കുന്നുണ്ട്, എന്താ ജാനകി, എന്താ കാര്യം? നീ കരയാതെ കാര്യം പറ. ദേവയാനി ആ ഫോട്ടോസ് എല്ലാം കാണിക്കുന്നുണ്ട്. ദാ ഈ ഒരുമ്പെട്ടവളുടെ കല്യാണം ഒരു തവണ കഴിഞ്ഞതാ. ഒരു തവണയാണോ അല്ല 5 തവണയാണോ എന്നൊന്നും ആർക്കും പറയാൻ പറ്റില്ല. അത്രയ്ക്കുണ്ട് ഇവളുടെ കഥകളൊക്കെ. ആ സ്വർണ്ണക്കേസും സ്ഥലക്കേസും കള്ളമാണെന്ന് പൊളിഞ്ഞു. ഇപ്പോൾ അവള് തന്നെ കള്ളത്തരം തന്നെയാണെന്ന് എല്ലാവർക്കും മനസ്സിലായി. പണ്ടൊരിക്കൽ അനി ഇവള് വേറൊരുത്തൻ്റെ കൂടെ ഇരുന്ന് കൊഞ്ചിക്കൊഴിയുന്ന വീഡിയോ എടുത്ത് കാണിച്ചിരുന്നു എല്ലാവരെയും. അന്നതൊന്നും ആരും വിശ്വസിച്ചില്ല. ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായി. അന്ന് ആ പയ്യനുമായിട്ട് ഡിവോഴ്സ് ചെയ്യുന്നതിൻ്റെ സമയത്ത് അവൾ 10 കോടി രൂപയാണ് ജീവനാംശമായിട്ട് ചോദിച്ചത്. അത് കൈപ്പറ്റിയതിൻ്റെ സർട്ടിഫിക്കറ്റും തേണ്ടേ എന്നും പറഞ്ഞ് ദേവയാനി കാണിക്കുന്നുണ്ട്. അനാമിക ഒന്നും മിണ്ടാതെ തല കുനിച്ച് നിൽക്കുകയായിരിക്കും. ഈ സമയത്ത് മുത്തശ്ശൻ ചോദിക്കുകയാണ്, എന്താ അനാമിക ഇതൊക്കെ? നിന്റെ വിവാഹം ഇതിനു മുമ്പ് കഴിഞ്ഞതാണോ? അയ്യോ മുത്തശ്ശ, ഇതൊക്കെ ഫേക്കാണ്. ഞാൻ ഒരിക്കലും തെറ്റ് ചെയ്തിട്ടില്ല. എൻ്റെ വിവാഹം കഴിഞ്ഞിട്ടില്ല. എനിക്കിപ്പോൾ 23 വയസ്സല്ലേ ആയുള്ളൂ. അയാൾ പറഞ്ഞ കണക്കും പ്രകാരം 3-4 വർഷം മുമ്പെന്ന് പറയുമ്പോൾ എനിക്ക് 18-19 വയസ്സല്ലേ ഉള്ളൂ. അതൊക്കെ വെറും ഫേക്കാണെന്നൊക്കെ അനാമിക ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ദേവയാനി പറയുകയാണ്, നിങ്ങൾക്കാർക്കും അറിയത്തില്ലാത്ത മറ്റൊരു കാര്യം കൂടി ഞാൻ പറയാം. ഇവക്ക് 23 വയസ്സല്ല, 29 വയസ്സുമായി. നമ്മുടെ അനിയക്കാട്ടിൽ മൂത്തതാണിവള്. കണ്ടാൽ കൊച്ചുകുട്ടിയെ പോലൊക്കെ തോന്നും, എന്നാൽ അങ്ങനെയൊന്നുമല്ല. ഇവക്ക് നല്ല പ്രായമുണ്ട്. നയനേക്കാട്ടിലും പ്രായമുണ്ടെന്ന് വേണമെങ്കിൽ പറയാം. ഇവളുടെ ഈ ഒരു ക്യാരക്ടർ വെച്ചാണ് ഇവളെ എല്ലാവരെയും പറ്റിക്കുന്നത്. കണ്ടാൽ ചെറുപ്പമാണെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരെയും ഇവള് വശത്താക്കും എന്നൊക്കെ ദേവയാനി പറയുന്നുണ്ട്. ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്നും പറഞ്ഞ് അനാമിക വീണ്ടും തർക്കിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് നമ്മുടെ ജാനകി ആയിരിക്കും കേട്ടോ അവളുടെ ചെകിടത്തൊന്ന് പൊട്ടിക്കുന്നത്. മിണ്ടിപ്പോകരുത്, നിന്റെ കളത്തരമൊക്കെ ഞങ്ങൾക്ക് മനസ്സിലായി. നിന്റെ പഴയ ഹസ്ബൻഡ് ഉണ്ടല്ലോ, ദാ ഈ അഡ്രസ്സിൽ കാണുന്നയാള്, അവനെ ഞങ്ങൾ വിളിച്ചിരുന്നു. അപ്പോൾ അയാൾ എല്ലാ സത്യങ്ങളും പറഞ്ഞത്. അയാൾ കുറേ ഫോട്ടോസും അയച്ചു തന്നു, നീയും നിന്റെ അച്ഛനും അമ്മയും ഒക്കെ കൂടെയുള്ള ഫോട്ടോസ്. നീ അവിടെ ഉണ്ടാക്കിയ പ്രശ്നങ്ങളെപ്പറ്റിയും അടിയും വഴക്കും എല്ലാം അയാൾ പറഞ്ഞു. ഡിവേഴ്സായ കാര്യവും അതിനുവേണ്ടി ജീവനാംശം മേടിച്ച കാര്യവും അങ്ങനെയെല്ലാം. എന്നിട്ടും നീ എന്താ ഞങ്ങളുടെ മുമ്പിൽ ഷോ ഇറക്കാൻ നോക്കുകയാണോ? മര്യാദയ്ക്ക് ഇറങ്ങിക്കോണം ഇവിടുന്ന്. അപ്പോൾ ദേവയാനിയും പറയുന്നുണ്ട്, അതെ, എല്ലാ സത്യങ്ങളും ഞങ്ങൾ തിരിച്ചറിഞ്ഞു. ഇനി നീ കൂടുതൽ വിളച്ചിലെടുക്കണ്ട, ഇറങ്ങിക്കോ ഇവിടുന്ന്. അതായിരിക്കും നിനക്ക് നല്ലത്, അല്ലെങ്കിൽ അടിച്ച് ഞങ്ങൾ ഇതിൽ നിന്ന് ഇറക്കേണ്ടി വരും എന്നൊക്കെ പറയുകയാണ്. അപ്പോഴേക്കും അനാമികയ്ക്ക് മനസ്സിലായി തൻ്റെ എല്ലാ കള്ളത്തരങ്ങളും പൊളിഞ്ഞു വീണുവെന്ന്. ഇനി തനിക്കൊരു രക്ഷയുമില്ല. എന്തൊക്കെ പറഞ്ഞാലും ആരും വിശ്വസിക്കാനും പോകുന്നില്ല. പക്ഷേ തനിക്ക് നേടേണ്ടതൊന്നും താൻ നേടിയിട്ടുമില്ല എന്നൊക്കെ ഇങ്ങനെ അവൾ ആലോചിക്കുകയാണ്. എന്നിട്ട് അനാമിക പറയുന്നുണ്ട്, ശരിയാ, നിങ്ങൾ പറഞ്ഞതെല്ലാം ശരിയാ. എൻ്റെ വിവാഹം നേരത്തെ ഒന്ന് കഴിഞ്ഞതാ. അനി എൻ്റെ 2ാം വിവാഹമാണ്. അത് മാത്രമല്ല, എനിക്ക് കുറേ ബോയ് ഫ്രണ്ട്സും ഉണ്ട്. ഒന്നല്ല 3-4 ഫ്രണ്ട്സും ഉണ്ട്. ഇങ്ങനെയൊക്കെയാണ് എൻ്റെ ജീവിതം. എനിക്കാവശ്യം കാശാണ്, അല്ലാതെ ഇവനെപ്പോലെ ഉള്ള ഒരുത്തനൊന്നുമല്ല എന്ന് അനിയുടെ മുഖത്ത് നോക്കി അവൾ പറയുന്നുണ്ട്. അപ്പോൾ അനി പറയുന്നുണ്ട്, കണ്ടോ, എല്ലാവരൊരിക്കലും ഞാൻ പറഞ്ഞതല്ലേ ഇവളുടെ സ്വഭാവത്തെപ്പറ്റി. അന്നൊന്നും ആരും വിശ്വസിച്ചില്ലല്ലോ. ഇപ്പം എല്ലാവർക്കും മനസ്സിലായില്ലേ എന്താ ഇവളുടെ ക്യാരക്ടർ എന്ന്. നേരത്തെ വിവാഹം കഴിഞ്ഞിട്ട് ഇവളെന്നെ പറ്റിക്കുകയായിരുന്നു. ഇവള് ഒരു വിവാഹം കഴിഞ്ഞിട്ട് അത് മറച്ചു വെച്ചിട്ട് എന്നെ വീണ്ടും വിവാഹം ചെയ്തു. ഇവൾക്കെതിരെ കേസ് കൊടുക്കണം എന്നനി പറയുകയാണ്. അപ്പോൾ ജയൻ പറയാണ്, അത് വേണം. അച്ഛനും അമ്മയും മോളും കൂടെ വഞ്ചനാക്കുറ്റത്തിന് അകത്ത് കിടക്കട്ടെ. അപ്പോൾ അനാമിക പറയുന്നുണ്ട്, നിങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്തു, അതിനെയെല്ലാം നേരിടാനുള്ള ശക്തി എനിക്കുണ്ട്. അത് മാത്രമല്ല, എനിക്ക് ജീവനാംശം കിട്ടിയേ പറ്റുള്ളൂ. അതും ഞാൻ ചോദിക്കുന്ന തുക. ആ കാശ് കിട്ടിയാൽ ഞാൻ ഒഴിഞ്ഞു പൊക്കോളാം, ഇല്ലെങ്കിൽ ഞാൻ ഇവിടെ തന്നെ കാണും എന്നിങ്ങനെ പറയുകയാണ്. അപ്പോഴേക്കും അനി താഴേക്ക് ഇറങ്ങി വന്നിട്ട് അവളുടെ കവിളത്തൊണ്ണം കൊടുത്തിട്ട് കയ്യെ പിടിച്ച് ഇറക്കി വിടാൻ ശ്രമിക്കുന്നുണ്ട്. അവൻ്റെ കൈ തട്ടി മാറ്റിയിട്ട് അവൾ പിന്നെയും പറയുകയാണ്, അങ്ങനെ എന്നെ ഇറക്കി വിടാൻ ശ്രമിച്ചാലേ ഞാൻ ഇവിടെ തന്നെ നിന്ന് ആത്മഹത്യ ചെയ്യും. അപ്പോൾ പിന്നെ സ്ത്രീ പീഡനവും ഗാർഹിക പീഡനവും എല്ലാം കൂടെ കൂട്ടി മൂർത്തീസ് ജ്വല്ലറിയും അനന്തപുരിയും ഇവിടെ തന്നെ അങ്ങ് പൊളിഞ്ഞു വീഴും. പേരുദോഷം കാരണം നിങ്ങൾക്കെല്ലാം ആത്മഹത്യ ചെയ്യേണ്ടി വരും. അത്രത്തോളം തന്നെ ഞാൻ ഇവിടെ ഒപ്പിച്ചു വെക്കും. ലൈവായിട്ട് തന്നെ എനിക്കിത് പറയാനുള്ളതെല്ലാം പറയുകയും ചെയ്യുകയും ചെയ്യും. അതുകൊണ്ട് മര്യാദയ്ക്ക് ഞാൻ പറയുന്നത് എല്ലാവരും അനുസരിച്ചു.
ജീവനാംശമായിട്ട് 50 കോടി രൂപ എനിക്ക് വേണം. അപ്പം ജാനകി ചോദിക്കുകയാണ്, നിനക്ക് 50 കോടി എന്ന് പറഞ്ഞാൽ എന്താണെന്നെങ്കിലും അറിയാമോടി? എന്നിട്ടാണോ നീ ഇങ്ങനെയൊക്കെ പറയുന്നേ? അറിയാമെങ്കിലും ഇല്ലെങ്കിലും എനിക്ക് ആ തുക കിട്ടിയേ പറ്റൂ. ആ തുക കിട്ടിയ നിങ്ങളുടെ മോനെ ഇട്ടിട്ട് ഞാൻ പോയിക്കോളാം. അല്ലാതെ എന്നെ ഇവിടെ നിന്ന് പറഞ്ഞു വിടാമെന്ന് നിങ്ങൾ കരുതണ്ട. ഇവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയ ആ നിമിഷം തന്നെ മീഡിയാസിനെയൊക്കെ വിളിച്ചു വരുത്തി എന്നെ നിങ്ങൾ ഇവിടെ ഇട്ട് പീഡിപ്പിക്കുക എന്നുള്ള വിവരം ഞാൻ പറയും എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം ദേവയാനി പറയാണ്, നീ അങ്ങനൊന്നും പറഞ്ഞ് ഭീഷണിപ്പെടുത്താൻ നിൽക്കണ്ട. നിന്റെ വിവാഹം നേരത്തെ ഒന്ന് കഴിഞ്ഞാന്നുള്ളതിനുള്ള തെളിവും അതിൻ്റെ സർട്ടിഫിക്കറ്റും ഒക്കെ എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ അനാമിക പറയാണ്, അതൊക്കെ ഫേക്കാണെന്ന് തെളിയിക്കാൻ എനിക്കൊരു നിമിഷം മതി. ആ ഫോട്ടോസൊക്കെയും AI ആണെന്ന് തെളിയിക്കാനും എനിക്കൊരു നിമിഷം മതി. അതുകൊണ്ട് അതൊന്നും വെച്ച് എന്നെ പേടിപ്പിക്കാൻ നിങ്ങൾ നോക്കണ്ട. അതുമല്ലെങ്കിൽ ഞാനൊരു കാര്യം അങ്ങ് പറയും. എൻ്റെ വിവാഹം കഴിഞ്ഞതാണെന്ന് നേരത്തെ അറിഞ്ഞിട്ടാണ് അനി എന്നെ പ്രണയിച്ച് വിവാഹം കഴിച്ചതെന്ന്. അപ്പോൾ പിന്നെ നിങ്ങളുടെ വഞ്ചനാക്കുറ്റമൊക്കെ അങ്ങ് മാറിക്കോളും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഞാൻ ചോദിച്ച കാശിങ്ങ് തന്നാൽ ഞാൻ ഇവിടുന്ന് ഇറങ്ങിക്കോളാം. ഒരു ബുദ്ധിമുട്ടുമില്ല. ഇവനോടും എനിക്ക് യാതൊരു താല്പര്യവും ഇല്ല എന്നും അനാമിക പറയുന്നുണ്ട്. അങ്ങനെ പറഞ്ഞിട്ട് അനാമിക മുകളിലേക്ക് കയറിപ്പോയി വാതിൽ വലിച്ചടയ്ക്കുന്നുണ്ട്. ദേവയാനി പറയുന്നുണ്ട്, എന്തൊരു പെണ്ണാ ഇവള്, ഇത്രയൊക്കെ സംഭവിച്ചിട്ടും എന്തെങ്കിലും ഒരു കുലുക്കമുണ്ടോ നോക്കി. അപ്പം അജയനും പറയുകയാണ്, ഏയ് അവൾക്ക് അങ്ങനൊന്നുമില്ല, അത്ര നല്ല പെണ്ണുമല്ല അവള്. അതിപ്പോൾ എല്ലാവർക്കും മനസ്സിലായില്ലേ? കുറേ കാലം തൊട്ട് എല്ലാവരും പറയുന്നുണ്ട് അവളുടെ സ്വഭാവത്തെ പറ്റി. ഇപ്പം എല്ലാവർക്കും കാര്യങ്ങളൊക്കെ ക്ലിയർ ആയല്ലോ എന്താ അവളുടെ സ്വഭാവം എന്നൊക്കെ. ജാനകി, 50 കോടി രൂപ എടുത്ത് കൊടുക്ക് നിന്റെ മരുമകൾക്ക്. നിനക്കായിരുന്നല്ലോ അവളോട് ഇത്ര പ്രിയം. ഇപ്പം മനസ്സിലായില്ലേ എന്താ അവളുടെ സ്വഭാവം എന്ന്? ആ പൈസ കിട്ടാതെ അവൾ ഇവിടുന്ന് പോകുകയല്ലെന്നാ പറഞ്ഞേക്കുന്നേ. അല്ലാതെ നമ്മൾ അവളെ ഇറക്കാൻ ശ്രമിച്ചാലേ അവളിവിടെ ആത്മഹത്യ ചെയ്യും. അതോടെ അനന്തപുരിയുടെയും മൂർത്തി ജ്വല്ലറിയുടെയും ഒക്കെ സൽപ്പേര് ഇടിഞ്ഞു വീഴുമെന്ന് അവൾക്കറിയാം. അവളെല്ലാം തന്നെ പ്ലാൻ ചെയ്തിട്ടാണ് ഇങ്ങോട്ടേക്ക് വന്നേക്കുന്നത്, അവളും അവളുടെ അച്ഛനും അമ്മയും എല്ലാം. അതുകൊണ്ട് ഇനി നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും അവൾ അത് അംഗീകരിക്കാനും പോകുന്നില്ല. എന്താന്ന് വെച്ചാൽ എല്ലാവരോടും തീരുമാനിക്കുക എന്ന് പറഞ്ഞിട്ട് അജയൻ അവിടെ നിന്ന് ദേഷ്യപ്പെട്ട് ഇറങ്ങി പോവാണ്. ദേവയാനി മുത്തച്ഛനോട് ചോദിക്കുന്നുണ്ട്, അല്ലച്ചാ ഇനിയിപ്പം നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ അനിയുടെ ലൈഫാണ് പൊക്കോണ്ടിരിക്കുന്നത്. അവളാണെങ്കിലോ ഇങ്ങനെ ഒരു തീരുമാനവും പറഞ്ഞു. അപ്പോഴേക്കും മുത്തച്ഛൻ പറയാണ്, അങ്ങനെ ഞാൻ സമ്പാദിച്ച കാശും കൊടുത്ത് അവളെ ഇവിടുന്ന് ഇറക്കി വിടേണ്ട കാര്യമൊന്നും എനിക്കില്ല. എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം. അവളിപ്പം ഭീഷണി മുഴക്കിയിരിക്കല്ലേ, അതിനൊക്കെയുള്ള 8ന്റെ പണി ഞാൻ അവൾക്ക് കൊടുത്തിരിക്കും. അവൾക്ക് ഒരിക്കലും താങ്ങാൻ പറ്റാത്ത പണി എന്ന് മുത്തച്ഛൻ പറയുകയാണ്. ഇങ്ങനെയുള്ള ഒരുപാട് പേരെ കണ്ടിട്ടാണ് ഞാൻ ഇത്രത്തോളം എത്തിയത്. അതുകൊണ്ട് അവൾ എന്നെ പേടിപ്പിക്കാനൊന്നും ശ്രമിക്കണ്ട. അവൾക്കുള്ള പണി ഞാൻ കൊടുത്തോളാം. അതൊന്നും ഓർത്ത് നിങ്ങളാരും വിഷമിക്കേണ്ട. അനിമോനെ, നീ വിഷമിക്കേണ്ട. നിന്റെ ജീവിതത്തിൽ നിന്ന് അവൾ ഒഴിഞ്ഞുപോയെന്ന് മാത്രം മനസ്സിലാക്കിയാൽ മതി. അതുമാത്രമല്ല, നീ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന നിന്റെ നന്ദുവിനെ തന്നെ ഞാൻ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരും നിന്റെ ഭാര്യയായിട്ട്. ഇത് കേട്ട് അനി ഒരുപാട് സന്തോഷമാകുകയാണ്. എന്തായാലും അവിടെ ഇതുകൊണ്ട് പ്രയോജനം ഉണ്ടായത് എനിക്ക് മാത്രമാണ് കേട്ടോ.